പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ സൺഷൈൻ കോസ്റ്റിലെ കേരള അസോസിയേഷനിൽ ഇനി നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പുതുമയാർന്ന ഒരിനം ഞങ്ങൾ സവിനയം സമർപ്പിക്കുന്നു. കണ്ടംപററി അക്രോബാറ്റിക് ഡാൻസ്. എടാ, എല്ലാവരും ഒന്ന് പുറകിൽ പോയി തിരിഞ്ഞു നിൽക്ക്. ആദ്യം നീ ഒന്ന് പറയാൻ പഠിക്കും. എടാ, ആ കാല് പിണച്ചു കുത്തി തിരിഞ്ഞു നിൽക്ക്. പാട്ടിട്ടോ പാട്ടിട്ടോ. നിർത്തടാ പാട്ട്. ആരാടാ ഇവരൊക്കെ? നിന്നെയൊക്കെ ആരാടാ ഈ സ്റ്റേജിലേക്ക് കടത്തിവിട്ടത്? പിടിച്ച് മാറ്റടാ ഇവന്മാരെ. നിൽക്ക്. അതെ, കയ്യൂക്കിന്റെ ബലത്തിലാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കും കുറച്ചു പേരോട് ആലോചിക്കാനുണ്ട്. നിന്റെയൊക്കെ പുറകിൽ ആരാണെന്ന് എനിക്കും അറിയണം. വിളിക്കടാ, ആരാ അവര്? വിളിക്കാലോ, ഇതാ കാണ്. ഇത് നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റും ടീമും അല്ലേ? അതെ, ഇവരാണ് നമ്മുടെ പരിപാടികൾ ഇത്ര മനോഹരമായി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ സൺഷൈൻ കോസ്റ്റ് കേരള അസോസിയേഷൻ അണിയിച്ചൊരുക്കുന്ന ഈസ്റ്റർ, വിഷു, ഈദ് ആഘോഷങ്ങളിലേക്കും അതോടൊപ്പം നാട്ടിൽ നിന്ന് കുറേയേറെ കലാകാരന്മാരെ അണിനിർത്തിക്കൊണ്ട് ഒരുക്കുന്ന വിസ്മയ സന്ധ്യയിലേക്കും സ്വാഗതം. അടിപൊളി. അപ്പോ ഇത്രയും നല്ല പരിപാടികളൊക്കെ നമുക്കായിട്ട് ഇവിടെ സംഘടിപ്പിച്ചത് ആരാ? അതിനല്ലേ നമ്മുടെ പബ്ലിക് റിലേഷൻസ് ടീംസും ആർട്സ് കോർഡിനേറ്റേഴ്സും ഫിനാൻസ് ടീമും ഇവിടെയുള്ളത്. കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ കമ്മിറ്റിക്കാരും. അല്ല, അപ്പൊ നമ്മൾ ഈ കലാപരിപാടികൾ മാത്രമേ നടത്തുന്നുള്ളൂ? കായിക പരിപാടികളൊന്നും ഇല്ലേ? അതെന്നാ ചോദ്യമാ? മെയ് 24-നല്ലേ നമ്മുടെ ഫുട്ബോൾ ടൂർണമെന്റ് വരുന്നത്. അതുപോലെ ഇൻഡോർ, ഔട്ട്ഡോർ ഫാമിലി സ്പോർട്സ് ഡേ, വടംവലി, ഇതെല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം ഓർഗനൈസ് ചെയ്യാൻ നമുക്ക് നല്ലൊരു സ്പോർട്സ് കമ്മിറ്റിയും ഉണ്ട്. അത് ശരി. അപ്പോ എനിക്കൊരു സംശയം. ഈ കലാകായിക പരിപാടികൾ മാത്രമേ ഉള്ളോ? ഇതൊക്കെ ആസ്വദിക്കാൻ വരുന്നവർക്ക് എങ്ങനെയാ? അതല്ലെന്നേ, ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാണെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അതെ, നല്ല രുചികരമായ നാടൻ വിഭവങ്ങൾ തയ്യാറാക്കാൻ നമുക്കൊരു നല്ല ടീം തന്നെയുണ്ട്. എന്നാ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ പരിപാടിയിലേക്ക് നമുക്കങ്ങ് നീങ്ങാം. അടിച്ച് പൊളിക്കാം മക്കളെ. എറിവാ. സ്വാഗതം കടലലകൾ തഴുകി വളർത്തിയ കാവ്യഭൂവിൻ സ്വാഗതം. കായൽ തിര കവിതകൾ പാടും തീരഭൂവിൻ സ്വാഗതം. സഖ്യസാനുവിനപ്പുറത്തൊരു സ്നേഹ ശ്രീലക കേരളം. ജാതിഭേദ വിചാരമില്ലാതേകമാതൃക മന്ദിരം. മാവലി തിരുമനസുവാണൊരു മഹിത ദേവ
ദേശത്തിൽ ഏകഭാവ വിചാര നന്മകളെന്നും ഉണരട്ടെ. ആതിഥേയ മനസ്സു സാദരമേറ്റുപാടി സ്വാഗതം സ്വാഗതം.